In the picture, a line through the center of a circle meets a chord of the circle. What are the length of two pieces of the chord? ചിത്രത്തില് വൃത്തകേന്ദ്രത്തിൽ നിന്നുള്ള ഒരു വര വൃത്തത്തിലെ ഞാണുമായി കൂട്ടിമുട്ടുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാം വൃത്തകേന്ദ്രത്തിൽ നിന്നും 3 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ലൈന് ആ കോഡിനെ കൂട്ടിമുട്ടുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, ഇനി ഞാണിന്റെ രണ്ട് ഭാഗങ്ങളുടെയും നീളം എത്രയാണ്? ഇവിടെ നിങ്ങൾക്ക് ഒരു ടോട്ടൽ ലെങ്ത് ഉള്ള ഞാണിനെ കാണാൻ പറ്റും. ആ ഞാണിന്റെ ടോട്ടൽ ലെങ്ത് അതായത് 13 സെന്റിമീറ്റർ ആണ്. ആ 13 സെന്റിമീറ്ററിനെ രണ്ട് ഭാഗങ്ങളാക്കിയിട്ട് മുറിക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഞാണുകളുടെ നീളം എത്രയാണ്? അതായത് ഓരോ ഭാഗത്തിന്റെയും നീളം എത്രയെന്നാണ് ചോദ്യം. ഞാൻ ആ ചിത്രത്തെ ജസ്റ്റ് ഒന്ന് മാറ്റി നമുക്ക് റേഡിയസ് ഒന്ന് വരച്ചു. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാം ഓയിൽ നിന്നും ഡി വരച്ചു, അതേപോലെ തന്നെ പി വരെ ഉണ്ടായിരുന്നുള്ളൂ, താഴോട്ടും കൂടി നീട്ടി. ഇപ്പൊ നമുക്ക് ഇവിടെ ഓരോ ലെങ്ത്തുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ ലെങ്ത് 13 ആയിരുന്നു. അപ്പൊ പി എനെ ഞാൻ എക്സ് എന്ന് എടുത്തു. അപ്പൊ ഇവിടെ എന്ത് വരും? 13 മൈനസ് എക്സ്. ഓക്കെ, ഇനി റേഡിയസ് 7 സെന്റിമീറ്റർ ആണ് തന്നുകൊണ്ട്, അതുകൊണ്ടാണ് ഓടി 7 സെന്റിമീറ്റർ എന്ന് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇനി ഇവിടെ എങ്ങനെ 4 കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒ സി റേഡിയസ് ആണ്. നിങ്ങൾക്ക് കാണാം ഒ സി എന്ന് പറയുന്നത് റേഡിയസ് ആണ്. ആ റേഡിയസിൽ നിന്നും ഇത്രയും ലെങ്ത് പോയാൽ നമുക്ക് ബാക്കിയുള്ള നീളം കിട്ടൂല. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള നീളം എത്രയാണ്? 3. അപ്പൊ എന്ന് 3 പോയാൽ 4. ഓരോ ലെങ്ത് കിട്ടിയത് എങ്ങനെയെന്ന് മനസ്സിലായല്ലോ. നമ്മൾ നേരത്തെ പോലെ കോഡുകൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുറിച്ചു. ഈ ലെങ്തിനെ എക്സ് എന്ന് എടുത്തു. അപ്പൊ ടോട്ടൽ ലെങ്ത് 13 ആണ്. അപ്പൊ ഇത് 13 മൈനസ് എക്സ് വരും. റേഡിയസ് 7 തന്നിട്ടുണ്ട്. അപ്പൊ ഓഡിയുടെ നീളം 7. ഒ പി 3 ആണ്. അപ്പൊ പി സി എന്തായിരിക്കും? ടോട്ടൽ ലെങ്ത് റേഡിയസ് ആണ്. ആ റേഡിയസ് 3 പോയാൽ ബാക്കി 4. ഓക്കെ, ഇനി നമ്മൾ നമ്മളുടെ ഇക്വേഷനിൽ കൊടുക്കുക പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. പി എ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, പി ബി എന്ന് പറഞ്ഞാൽ 13 മൈനസ് എക്സ് ആണ്, പി സി എന്ന് പറഞ്ഞാൽ 4 ആണ്, പി ഡി എന്ന് പറഞ്ഞാൽ ഇവിടെ 3. പി ഡി എന്ന് പറയുന്നത് ഇവിടം തൊട്ട് ഇവിടം വരെയാണ്. അപ്പോൾ 7 + 3 10 വരും. ഇനി ഇതിനുള്ളിലോട്ട് കൊടുക്കുക എക്സ് ഇൻറ്റു 13 13 എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 4 ഇൻറ്റു 10 40. മൈനസ് എക്സ് സ്ക്വയറിന് ആദ്യം എഴുതി മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 13 എക്സ് ഈക്വൽ ടു 40. ആ മൈനസ് കളയാനും വേണ്ടിയിട്ട് എല്ലാ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കി, പോസിറ്റീവ് നെഗറ്റീവ്, അതായത് ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ മൈനസ് എക്സ് സ്ക്വയർ എന്തായി? എക്സ് സ്ക്വയർ ആയി. പ്ലസ് 13 എക്സ് എന്തായി? മൈനസ് 13 എക്സ് ആയി. 40 എന്തായി? മൈനസ് 40 ആയി. ദെൻ ഈ മൈനസ് 40 പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ പ്ലസ് 40 ആയി. ഇത് നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നമ്മളുടെ 4th ചാപ്റ്ററുമായിട്ട് കണക്ട് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണ്. ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് 4th ചാപ്റ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ്. നമ്മുടെ എക്സാമിന് ഈ സർക്കിളിലെ ചാപ്റ്റർ ആണ്, സർക്കിളിലെ ചെയ്യാവുന്നൊന്നുമില്ല. സോ നമുക്കിത് സെക്കൻഡ് ചാപ്റ്ററിലോട്ട് 4th ചാപ്റ്ററിലോട്ട് ഒന്ന് കണക്ട് ചെയ്യാം. എക്സ് സ്ക്വയർ മൈനസ് 13 എക്സ് പ്ലസ് 40 ആണ്. ദെൻ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നമുക്ക് ഇക്വേഷൻ ഉണ്ട് എന്താ? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. ഇതിന് നമുക്ക് വേറെ പോളിനോമിയൽസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്, അതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പ്രൊഡക്റ്റ് അതായത് കോൺസ്റ്റന്റ് എക്സ് സ്ക്വയറിന്റെ കൂടെ 1 ആണല്ലോ. അപ്പോൾ ഗുണിക്കുമ്പോൾ 40ഉം കൂട്ടുമ്പോൾ മൈനസ് 13ഉം കിട്ടുന്ന ഒരു സംഖ്യ കണ്ടെത്തിയാലും നമുക്ക് ഇതിന്റെ സൊല്യൂഷൻസ് കാണാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac എന്ന് വെച്ചിട്ട് ചെയ്യാം. ഇപ്പൊ ഞാൻ ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് വെച്ചിട്ടൊന്ന് സോൾവ് ചെയ്യാം. ദെൻ മൈനസ് ബിയുടെ വാല്യൂ എക്സിന്റെ കൂടെ സ്ക്വയർ ഇല്ലാത്ത ടേം ഉണ്ടല്ലോ അതിന്റെ കൂടെ നിൽക്കുന്നതാണ് ബി. അപ്പൊ ഇവിടെ ഉള്ളത് -3. അപ്പൊ ആദ്യത്തെ മൈനസ് ഇക്വേഷനിലുള്ള മൈനസ് ആണ്. പിന്നെ ബിയുടെ വാല്യൂ അതിനും ഉണ്ട് ഒരു മൈനസ്. അപ്പൊ -13 പ്ലസ് ഓർ മൈനസ് -13ന്റെ സ്ക്വയർ -4 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയറിന്റെ കൂടെ അത് എത്രയാ? 1. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റക്ക് നിൽക്കുന്നത് അത് 40 ഡിവൈഡ് ബൈ 2 ഇൻറ്റു എ. ഇനി ഇത് ചെയ്യാം. 2 മൈനസ് ഒന്നിച്ചു വരുമ്പോൾ എന്തായി? പ്ലസ് ആയി. -13ന്റെ സ്ക്വയർ 169 മൈനസ് 4 ഇൻറ്റു 40 160 വരും. 169 1 പോയാൽ 169 160 പോയാൽ 9 എന്ന് കിട്ടും. 9ന്റെ റൂട്ട് 3 കിട്ടും. ദെൻ പ്ലസ് ഓർ മൈനസ് വെച്ചിട്ട് എന്ത് ചെയ്തു? സ്പ്ലിറ്റ് ചെയ്തു. 13 പ്ലസ് 3/2 13 മൈനസ് 3/2. ദെൻ 13 പ്ലസ് 3 16/2 കിട്ടും. 13 3 പോയാൽ 10/2 കിട്ടും. ദെൻ 16/2 8 അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു 5. എക്സ് ഈക്വൽ ടു 8 ആവാം അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു 5 ആവാം. ഇനി പി എ ആണ് നമ്മളുടെ എക്സ് അല്ലെ. അപ്പൊ പി എ 8 ആയാൽ പി ബി എന്തായിരിക്കും? 5 ആയിരിക്കും. കാരണം പി ബി എന്താണ്? 13 മൈനസ് എക്സ് ആണ്. 13 8 പോയാൽ 5. ഇനി പി എനെ നമ്മൾ എക്സ് 5 ആക്കി എടുത്തു കഴിഞ്ഞാൽ പി ബി എന്തായിരിക്കും? 8 ആയിരിക്കും. നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് എന്തായാലും പറയാൻ പറ്റും പി എ ആണ് എന്ത്? പി ബിനേക്കാൾ കുറവ്, അല്ലെങ്കിൽ പി ബി ആണ് എന്ത്? പി എനേക്കാൾ കൂടുതൽ. അപ്പൊ പി ബി വലുതായിട്ടുള്ളത് എടുക്കണം. അതേതാ?
ഏതാണ് പി ബി ഈക്വൽ ടു 8ഉം പി എ ഈക്വൽ ടു 5. നമ്മളോട് കോഡിന്റെ രണ്ട് ഭാഗങ്ങളുടെ നീളമല്ലേ ചോദിച്ചത്. അപ്പൊ ഒന്ന് 5 സെന്റിമീറ്ററും ഒന്ന് 8 സെന്റിമീറ്ററും. പി എ 5ഉം പി ബി 8 സെന്റിമീറ്ററും. ഓക്കെ.